ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 2 ആണ്. ഡേ 2 ഹൈദരാബാദിൽ ആണ്. അപ്പോൾ ഇന്നലെ നമ്മൾ പകുതി വെച്ച് നിർത്തേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ ഇന്നലെ ലുംബിനി ഗാർഡൻസിലും പിന്നെ ചാർമിനാറിലും പോകാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലുംബിനി ഗാർഡൻസിൽ നിൽക്കെ തന്നെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളും കാണാനൊന്നും പറ്റിയില്ല. അവിടുത്തെ ബോട്ട്, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ബോട്ട് യാത്രയ്ക്കും നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ അത് ക്ലൈമറ്റ് ഇത് ശരിയല്ലാത്തതുകൊണ്ട് അതും നമുക്ക് ഫ്ലോപ്പായി പോയി. അങ്ങനെ നല്ല മഴ ആയതുകൊണ്ട് നമുക്ക് തിരിച്ച് മടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്ക് അത് ആ സ്പോട്ട് കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡേ 2 ആയിട്ട് പോകുന്നത് രാമോജി ഫിലിം സിറ്റിയിലാണ്. അപ്പോൾ അത് ഇവിടെ നിന്നൊരു 29 മിനിറ്റ് കാണിക്കുന്നു. നമ്മുടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 8:40 ഒക്കെ ആകുമ്പോഴത്തേക്കും അറൈവലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവരും ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് എന്തൊക്കെയാണ് കാണാനുള്ളത്. അർജുൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്. കാരണം ഇവിടെ ഹൈദരാബാദിൽ എത്ര കൊല്ലം ഉണ്ടായിരുന്നു? 1 ഇയർ ഉണ്ടായിരുന്നു. ഹൈദരാബാദിൽ വർക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ഇവിടെ ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളൊക്കെ ഒരുവിധം അറിയാം അല്ലേ? അതെ, അപ്പോൾ അതുകൊണ്ടൊരു ധൈര്യമുണ്ട്. രാമോജി ഫിലിം സിറ്റി എങ്ങനെയുണ്ട്? രാമോജി ഫിലിം സിറ്റി നല്ലതാണ്. എനിക്ക് തോന്നുന്നത് വലിയ ഇന്ത്യയിലത്തെ ഏറ്റവും വലുതാണെന്ന് തോന്നുന്നു. വേറെ എന്തൊക്കെ പ്രത്യേകതകളോ ഞാൻ മറന്നുപോയി. ഞാൻ അവിടെ പോയി അവിടെ എല്ലാം കണ്ട്. കാരണം കുറെ മൂവീസ് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലി അടക്കം. ബാഹുബലി എവിടെയാണ്? അതെല്ലാവർക്കും അറിയാലോ. ബാഹുബലി സെറ്റിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ബാഹുബലി 2 ടൈപ്പാണ് മേജർലി വരുന്നത്. ഒന്ന് ഫുഡും എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള AC ബസ്സിൽ പോകുന്ന കാര്യത്തിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ രാമോജിയുടെ ആ ഒരു റെട്രോ ലുക്കുള്ള ഒരു ഓപ്പൺ ബസ് ഉണ്ട്, അതിൽ പോകുന്നത്. നമ്മൾ ആ ഓപ്പൺ ബസ്സിൽ പോകുന്നതിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ബുക്ക് ചെയ്ത് പോകുന്നതാണ് നല്ലത്. കാരണം ഇത് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ബാംഗ്ലൂരിൽ നിന്നും എല്ലായിടത്തും ആൾക്കാർ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നതാണ് സേഫ്. നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ്. അപ്പോൾ എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് വഴിയെ നമുക്ക് കാണാം. അപ്പോൾ യെസ്, രാമോജി ഫിലിം സിറ്റി എത്തിയിട്ട് ഇൻട്രസ്റ്റിംഗ് ബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യും. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ പുറത്തുനിന്ന് ഫുഡ് ഐറ്റംസ് ഒന്നും കയറ്റത്തില്ല. പക്ഷെ കുഞ്ഞുങ്ങളുടെ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. അവരുടെയൊക്കെ ബേബി ഫുഡൊക്കെ അലൗഡ് ആണ്. അത് ഞാൻ എൻ്റെ ഡൈപ്പർ ബാഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പിന്നെ ഫോട്ടോ എടുക്കുന്നതിനൊന്നും റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. അതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാൻ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമേ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതാണ് ബസ്. ബസ്സിൽ കയറി ഇനി നമ്മൾ പോവാണ് ഫുള്ള് കാണാനായിട്ട്.
आइए मेरे साथ अर्जुन के साथ सफर करते हैं नई दुनिया का। ഇത് മറ്റേ ഇവിടെ ഒരു കച്ചിട്ട് When you know
Right hand side, and this location name is called Delhi's Mughals Garden. बाहर से देखे तो Delhi's Mughals Garden है, अंदर से देखे तो मैसूर वृंदावन गार्डन. So two major cities एक ही place में रहता है. And the specialty of this garden, destination marriages and pre-wedding shoots is going on here. If you want, you can book this garden for your first marriage, second marriage, third marriage, fourth marriage, fifth marriage. If you want, you can do here. No problem. Okay, now you can see that on your right hand side. See the right hand side? Angel Fountain, one of the highest fountain in Ramoji Film City. Ramoji Film City एक सबसे बड़ा ऊंचा fountain है. This name is called Angel Fountain. And now you can see that on your left hand side. आपको left hand side देखिए, see the left hand side? Limelight Garden, corporate events and award ceremonies यहाँ पे चालू होता है. And that Dilwale movie last climax scene and the Rockstar movie Onadan Parinde song also picturized inside only. And what is the Pink City? Pink City क्या है? जयपुर. जयपुर में क्या फेमस है? What is the garden? आपका देखने राउंड वाला गार्डन. देखा राउंड वाला गार्डन? This garden name is called Charishma Garden. And यहाँ पे एक स्पेशलिटी है. There is one specialty. 2 songs टाइम में हीरोइन कौन सा साड़ी पहने तो सेम साड़ी का फ्लावर्स आता है. Example, red color saree means red color flowers और yellow color saree means yellow color flowers आता है. But अभी यहाँ पे कुछ फूल नहीं है. Any guesses why there is no flowers? No shooting. Shooting? Place. And Johnny Allen Hill was picturized in the same location में shoot हो गया. Painted white color, Gurudwara, golden color, golden temple. Okay. And now we are picturized in the same location में shoot हो गया. Walkable distance. ഇത് താജ്മഹലിന്റെ സെറ്റ് ആണ്. Right hand side. आपका right hand side देखिए, see the right hand side. And this is called Kolkata shops. 365 days lockdown में रहता है. When the shooting time they will open, again lockdown. Original, duplicated. सब duplicated है, original नहीं है. And आपका right hand side देखिए, see the right hand side. Ladies favorite place. सेंट्रल जेल. लेडीज सेंट्रल जेल लेडीज फेवरेट का प्लेस है. एंड अभी लेडीज अंदर गया तो बाहर आने के लिए 2 घंटा लगता है. एनी गेसेस व्हाई? इनसाइड ब्यूटी पार्लर है, अंदर ब्यूटी पार्लर है, इसके लिए बहुत टाइम लगता है बाहर आने के लिए. സൗത്ത് ഇന്ത്യൻ The left വില്ലേജ് hand side you can see the yellow color house, right? And this house you can see the Chennai Express Minamma house. ചെന്നൈ എക്സ്പ്രസിലെ Nayakuri Rani Mukherjee Mandava house. Same house. Next location. Thank you so much. Have a nice day. ഇത് ഭാഗവതം സെറ്റ് ആണിത്. നമ്മളിവിടെ ഉള്ളത് ഭാഗവതം സെറ്റിലോട്ടാണ്. അപ്പോൾ ഭാഗവതം സെറ്റിൽ നിന്ന് അടുത്ത ബാഹുബലി സെറ്റിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഈ രാമോജി ഫിലിം സിറ്റി മൊത്തത്തിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് 6 ബസ് കയറണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാഹുബലി സെറ്റിലോട്ടാണ് പോകുന്നത്. ഒരു ബസ്സിൽ കയറി എല്ലാ സ്പോട്ടിലും 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യാവുള്ളൂ എന്നാണ് ഇവിടുത്തെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നത്. ഇപ്പോൾ നമ്മൾ ബാഹുബലി സെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ബാഹുബലി സെറ്റ് എത്തിയൊക്കെയാണ്. അപ്പോൾ ഇനി അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് കാണാം. ജ്വലല്ലലാടപട്ടപാവകേ കിശോര ചന്ദ്രശേഖരേ പ്രതിക്ഷണം മമ. ആരിവൻ കല്ലും തൂക്കിപ്പോയിടുന്നോൻ, പൈതൽ പോലെ തോളുമേലെ നിന്നെ തൂക്കിപ്പോയിടുന്നോൻ. ആരോരും കണ്ടതില്ല, ആരുമേ കേട്ടുമില്ല. ഗംഗയെ താൻ തേടിക്കൊണ്ട് തന്നെ താനെ ചുമന്ന് ശിവലിംഗം നടന്നു പോകുന്നു. ജടാഗളസ്ഫുരത്ഫണാമണിപ്രഭ കദംബ കുങ്കുമദ്രവ പ്രലിപ്ത ദിഗ്വധൂമുഖേ. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഈ ഉദ്യാനാണ് താരത്തിൽ ചില ബിറ്റ്സ് ഒക്കെ എടുത്ത സ്ഥലത്താണ്. കണ്ടിട്ട് ഒരു ഫോറിൻ കൺട്രിയിൽ നിൽക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ട്. നമ്മൾ നിൽക്കുന്നത് ജാപ്പനീസ് ഗാർഡനിലാണ്. എങ്ങനെയുണ്ട് അർജുട്ടാ ജാപ്പനീസ് ഗാർഡൻ? ജാപ്പനീസ് ഗാർഡൻ നല്ലൊരു വെറൈറ്റി ആയിട്ടുണ്ട്. ഫുള്ള് ചോപ്പാണ് ഇവിടെ, ചോപ്പും ഗ്രീനറിയും.